ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന് പറഞ്ഞ പേപ്പറിൽ ഞാൻ 2 മൊഡ്യൂൾസാണ് എടുക്കാൻ പോകുന്നത്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞൊരു മൊഡ്യൂളും തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞ മറ്റൊരു മൊഡ്യൂളാണ്. ബികോംകാരെ സിലബസിൽ അത് 3 and 4 ആയിട്ടുള്ള വരുന്ന മൊഡ്യൂൾസാണ്. BBA കാരയിൽ 4 and 5 മൊഡ്യൂൾസാണ്. സെയിം തന്നെയാണ് കാര്യങ്ങൾ. ഫസ്റ്റ് ഒന്ന് പ്രോബബിലിറ്റി, മറ്റൊന്ന് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻസും. അപ്പം ഞാനിന്ന് തുടങ്ങാൻ പോകുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ആ മൊഡ്യൂളാണ് തുടങ്ങാൻ പോകുന്നത്. ഈ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ മൊഡ്യൂൾ തുടങ്ങണമെങ്കിൽ നമ്മൾ സെറ്റുകൾ എന്താണ് എന്നുള്ള കാര്യം ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ സെറ്റ് തിയറിയിൽ നമുക്ക് ആവശ്യമുള്ള പ്രോബബിലിറ്റിക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. അതിനുശേഷമാണ് എന്താണ് പ്രോബബിലിറ്റി എന്നും ആ കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു മൊഡ്യൂളാണ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന സെക്ഷനാണ് സെറ്റ് തിയറി. എന്താണ് സെറ്റ്? A set is a well-defined collection of distinct objects. അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആയിട്ട്, നന്നായിട്ട് നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കുറേ വ്യത്യസ്തമായ ഒബ്ജക്ട്സിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? സെറ്റ് എന്ന് പറയുന്നത്. അപ്പം സെറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ആയിരിക്കും. സെറ്റുകൾ റെപ്രസെൻ്റ് ചെയ്യണ ആരെയായിരിക്കാം? നമ്പേഴ്സിനെ വേണിച്ചാൽ റെപ്രസെൻ്റ് ചെയ്യാം, ലെറ്റേഴ്സിനെ വേണിച്ചാൽ റെപ്രസെൻ്റ് ചെയ്യാം. ആ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റേഴ്സിൻ്റെ കളക്ഷൻ ആവാം, ആളുകളുടെ പേരുകളുടെ കളക്ഷൻ ആവാം. അങ്ങനെ എന്തിൻ്റെ വേണമെങ്കിലും ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷനെ, വ്യത്യസ്തമായ റിപ്പീറ്റ് ചെയ്ത് വരരുത്, ഡിസ്റ്റിങ്ക്റ്റ് ഓബ്ജക്ട്സിൻ്റെ കളക്ഷനെ നമ്മൾ സെറ്റ് എന്ന് പറയും. അപ്പോൾ ഇറ്റ് ക്യാൻ ഐദർ ബി നമ്പേഴ്സ്. ഇപ്പോൾ 1, 2, 3, 4 ഞാൻ പറയാണ്. ഞാൻ എഴുതിയിരിക്കുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5, 5നെക്കാട്ടും ചെറിയ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സെറ്റ്. അപ്പോൾ ദിസ് ഇസ് എ സെറ്റ്. അതുമാതിരി ഞാൻ പറയാണ്, ഇപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വവൽസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റ് AEIOU അല്ലേ? അപ്പോൾ അങ്ങനെ എഴുതുന്നു. അതുമാതിരി ഇപ്പം നെയിംസ് ഓഫ് റിവേഴ്സ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ നെയിംസ് ഓഫ് റിവേഴ്സ് ഇൻ കേരള അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നു. അപ്പോൾ ആ റിവേഴ്സിൻ്റെ പേര് നമ്മൾ എഴുതുന്നു. അപ്പോൾ ഇതൊക്കെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള നെയിംസാണ് അല്ലെങ്കിൽ ഒബ്ജക്ട്സിൻ്റെ ഒരു കളക്ഷനാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ സെറ്റുകളെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഈ ഒബ്ജക്ട്സിനെ ഞാൻ 2 കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ സെറ്റുകളെ എഴുതുന്നത്. എങ്ങനെയാണ്? കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ സെറ്റിലത്തെ ഒബ്ജക്ട്സിനെ എഴുതുന്നത്. ആൻഡ് ഓരോ സെറ്റിനെയും നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സെറ്റ് A is equal to, സെറ്റ് B is equal to എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് ഓരോ സെറ്റിനെയും നമ്മൾ ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സെറ്റിൻ്റെ ഉള്ളിലുള്ള ഓരോ ഒബ്ജക്റ്റുകളുണ്ടല്ലോ, അവരെ നമ്മൾ പറയുന്നത് ദേ ആർ കോൾഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ സെറ്റ്. നമ്മൾ പറയുന്നത് എലിമെൻറ്റ്സ് ഓഫ് ദി സെറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ A എന്ന് പറയുന്ന സെറ്റിലെ എലിമെൻറ്റ്സ് ആരൊക്കെയാണ്? 1 is an element of A, 2 is an element of A, 3 is an element of A, 4 is an element of A. അപ്പോൾ ഒരു എലിമെൻ്റ് ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 1 element of, ഈ ലെറ്റർ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഈ നൊട്ടേഷൻ വെച്ചിട്ട് 1 is an element of A. അങ്ങനെ എഴുതിയാൽ A എന്ന് പറഞ്ഞ സെറ്റിലെ ഒരു മെമ്പറാണ് 1 എന്ന് നമുക്ക് മനസ്സിലാവും. അതിപ്പോൾ ഞാൻ പറയുകയാണ് E is an element of B. അപ്പം നമുക്ക് മനസ്സിലാവാം B എന്ന് പറഞ്ഞ സെറ്റിലുള്ള ഒരു എലിമെൻ്റ് ആണ് E എന്ന് മനസ്സിലാവും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സെറ്റുകളെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ സെറ്റിലുള്ള എലിമെൻറ്റുകളുടെ എണ്ണത്തിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഇറ്റ് ഇസ് കോൾഡ് കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ്. ഒരു സെറ്റിൻ്റെ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സെറ്റിലുള്ള എലിമെൻറ്റുകളുടെ എണ്ണമാണ്. അപ്പോൾ കാർഡിനാലിറ്റി സെറ്റ് A എന്ന് പറഞ്ഞ സെറ്റിൻ്റെ കാർഡിനാലിറ്റി എന്തായിരിക്കും? A എന്ന് പറഞ്ഞ സെറ്റിൽ എത്ര എലിമെൻറ്റ്സ് ആണുള്ളത്? 4 എലിമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ കാർഡിനാലിറ്റി എത്രയാണ്? 4 ആണ്. B എന്ന് പറഞ്ഞ സെറ്റിലേക്ക് ഞാൻ വരികയാണെന്ന് വെച്ചാൽ B എന്ന് പറഞ്ഞ സെറ്റിൻ്റെ കാർഡിനാലിറ്റി എന്താണ്? കാർഡിനാലിറ്റി പറഞ്ഞാൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ്, അത്രയേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ ഇതിൻ്റെ കാർഡിനാലിറ്റി എത്ര എലിമെൻറ്റ്സ് അതിലുള്ളത്? ഇതിൽ 5 എലിമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇതാണ് ഒരു സെറ്റിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ. എന്താണ് ഒരു സെറ്റ്? എങ്ങനെയാണ് ഒരു സെറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്? പിന്നെ അതിലത്തെ ഓരോ ഒബ്ജക്ട്സിനും നമ്മൾ എന്താണ് പറയുന്നത്? ആൻഡ് അതിൻ്റെ കാർഡിനാലിറ്റി എന്താണ്? അതിലെ എലിമെൻറ്റുകളുടെ എണ്ണത്തിന് നമ്മൾ എന്താണ് പറയുന്നത്? ഇത്ര കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ടൈപ്സ് ഓഫ് സെറ്റ്സ്, അതാണ് നോക്കാൻ പോകുന്നത്. ഏതൊക്കെ തരത്തിലുള്ള സെറ്റുകളാണ് ഉള്ളത് നോക്കാം. ആദ്യം നമ്മൾ അറിയേണ്ടത് നൾ സെറ്റ് ഓർ എംപ്റ്റി സെറ്റ്. ഒരു സെറ്റിനെ നമ്മൾ നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് എന്നെങ്ങനെയാണ് പറയുന്നത്? ഒരു സെറ്റിൽ ഒരു എലിമെൻറ്റും ഇല്ലെങ്കിൽ
ഒരു എലിമെൻറ്റും ഇല്ലാത്തൊരു സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നൾ സെറ്റ് എന്നോ എം ടി സെറ്റ് എന്നോ പറയുന്നത്. അപ്പോൾ ഒരു നൾ സെറ്റിനെ അല്ലെങ്കിൽ എം ടി സെറ്റിനെ നമ്മൾ സാധാരണ ഫൈ എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ഒരു നൊട്ടേഷൻ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ദിസ് ഇസ് ദ ലെറ്റർ ഫൈ. ഫൈ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ആരെ റെപ്രസെൻ്റ് ചെയ്യണത്? നൾ സെറ്റിനെ. അല്ലെങ്കിൽ ഒരു എം ടി ബ്രാക്കറ്റുകൾ കൊണ്ട്, അതായത് ഒരു എലിമെൻറ്റ്സും എഴുതാത്ത രണ്ട് എം ടി ബ്രാക്കറ്റ്സ് കൊണ്ടാണ് നമ്മൾ ആരെ റെപ്രസെൻ്റ് ചെയ്യുക? നൾ സെറ്റിനെ. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഐദർ യൂസിങ് ദ ലെറ്റർ ഫൈ, ഫൈ എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിച്ചിട്ട് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആരുപയോഗിച്ചിട്ടാണ്? എം ടി ബ്രാക്കറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു നൾ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ നൾ സെറ്റിൻ്റെ കാർഡിനാലിറ്റി എന്തായിരിക്കും? കാർഡിനാലിറ്റി പറയുന്നത് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ആണ്. ഇതിൽ എന്തെങ്കിലും എലിമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നൾ സെറ്റിൻ്റെ കാർഡിനാലിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും ഒരു നൾ സെറ്റിൻ്റെ കാർഡിനാലിറ്റി വന്നിരിക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ നോക്കുന്നൊരു സെറ്റാണ് സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ എലിമെൻറ്റ് മാത്രമുള്ള ഒരു സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. അപ്പം സെറ്റ് 2 രണ്ട് മാത്രം ഒരൊറ്റ എലിമെൻറ്റേ ഉള്ളൂ അല്ലേ? അപ്പോൾ സെറ്റ് 1 ദിസ് ഇസ് എ സിംഗിൾട്ടൺ സെറ്റ്. അതുമാതിരി സെറ്റ് 0 ദിസ് ഇസ് ഓൾസോ എ സിംഗിൾട്ടൺ സെറ്റ്. ഇത് 0 എന്ന് കാണുമ്പോൾ ചിലർ എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റാന്ന് വിചാരിക്കുമല്ല. സെറ്റ് 0, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഒരു എലിമെൻ്റ് ഉണ്ട്, 0 എന്ന് പറഞ്ഞ എലിമെൻ്റ് ഉള്ള സെറ്റ്. ദിസ് ഇസ് എ സിംഗിൾട്ടൺ സെറ്റ്. അതിൻ്റെ കാർഡിനാലിറ്റി, സിംഗിൾട്ടൺ സെറ്റിൻ്റെ കാർഡിനാലിറ്റി ഇപ്പോൾ എന്തായിരിക്കും? ഒരു എലിമെൻ്റ് അല്ലേ, 1 ആയിരിക്കും സിംഗിൾട്ടൺ സെറ്റിൻ്റെ കാർഡിനാലിറ്റി. പിന്നെ നമ്മൾ നോക്കുന്ന മറ്റൊരു ടേം ഫൈനൈറ്റ് സെറ്റ്. ഒരു സെറ്റിനെ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള എലിമെൻറ്റുകൾ ഫൈനൈറ്റ് ആയിരിക്കും, നമുക്ക് എണ്ണി തീർക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ സെറ്റ് 2, 4, 6, അപ്പോൾ നമുക്ക് എണ്ണ 3 എലിമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു അപ്പോൾ എ ബി സി ഡി ഇ. അപ്പോൾ നമ്മൾ നോക്കിയാൽ 5 എലിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എണ്ണി തീർക്കാൻ പറ്റുന്ന ഫൈനൈറ്റ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിനെ നമ്മൾ എന്ത് പറയുന്നു? ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നു. അതിനാണെച്ചാൽ ഇൻഫിനിറ്റ് സെറ്റ് എന്താ പറഞ്ഞാൽ എന്തായിരിക്കും? ആ സെറ്റിലെ എലിമെൻറ്റ്സ് എന്താണ്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ്. നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത എത്ര എലിമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിനെ നമുക്ക് എന്ത് പറയാം? ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് പറയാൻ നിങ്ങൾക്ക് അറിയാം, 1, 2, 3, 4 അങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്ന നമ്പർ. അത് എൻഡ് ചെയ്യുമോ? എവിടെ എൻഡ് ചെയ്യുക നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ദിസ് ഈസ് എ ഇൻഫിനിറ്റ് സെറ്റ്. പിന്നെ ഇപ്പോൾ 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലുള്ള റിയൽ നമ്പേഴ്സ്, എത്ര റിയൽ നമ്പേഴ്സ് ഉണ്ടാവും 0-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ? റിയൽ നമ്പേഴ്സാണ്, അതായത് ഡെസിമൽ പോയിൻറ്റ്സ് വരുന്ന നമ്പേഴ്സും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള നമ്പേഴ്സാണ്. അപ്പോൾ 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലുള്ള നമ്പേഴ്സ് നമുക്ക് എണ്ണാൻ പറ്റുമോ? അപ്പോൾ അവരൊരു സെറ്റിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? അപ്പോൾ എ ഈസ് ഈക്വൽ ടു സെറ്റ്. ഓരോരുത്തരും നമുക്ക് തിരിച്ചറിയില്ല, 0, 0.0001 ഇങ്ങനെ കോമിട്ട് എഴുതാൻ പറ്റുമോ? ഈ റെപ്രസെൻറ്റേഷനിൽ അവരെ എഴുതാൻ പറ്റില്ല അല്ലേ? ഈ റെപ്രസെൻറ്റേഷനെ നമ്മൾ റോസ്റ്റർ മെത്തേഡ് എന്നാണ് പറയുന്നത്. ഈ റോസ്റ്റർ മെത്തേഡിൽ അല്ലെങ്കിൽ ടാബുലോ മെത്തേഡ് എന്ന് പറയും. ഈ മെത്തേഡിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന 0-ൻ്റെയും 1-ൻ്റെയും ഇടത്തെ എലിമെൻറ്റ്സിനെ എഴുതാൻ പറ്റില്ല. അവരെങ്ങനെയാണ് എഴുതുക? അവർ ഏതാ എലിമെൻറ്റുകളെ നമ്മൾ ജനറലായിട്ട് എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഞാൻ ആരാന്നാണ് പറയുന്നത്? കുറേ എക്സുകളുടെ ഒരു സെറ്റാണ്. സച്ച് ദാറ്റ് എക്സുകൾ ആരാണ്? റിയൽ നമ്പേഴ്സ് അല്ലേ? അപ്പോൾ എക്സ് ഇസ് എ റിയൽ നമ്പർ, അല്ലെങ്കിൽ എക്സ് ഇസ് ആൻ എലിമെൻറ്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഇസ് എ റിയൽ നമ്പർ, ഒരു റിയൽ നമ്പറുകളുടെ ഒരു എലിമെൻ്റ് ആണ്. ആൻഡ് എക്സുകൾ എങ്ങനത്തെ വാല്യൂസ് ആണ്? 0-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ കിടക്കണതാണ്. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ. ജസ്റ്റ് ഒരു ഐഡിയ തരാൻ വേണ്ടി മാത്രം എഴുതിയതാണ്. ഇതിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് പോകുന്നില്ല. ഇങ്ങനെ സെറ്റിനെ എഴുതുന്നതിന് നമ്മൾ റൂൾ മെത്തേഡ് എന്ന് പറയും, അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ മെത്തേഡ് എന്നൊക്കെ പറയും. ഇങ്ങനെ നമുക്ക് സെറ്റുകൾ എഴുതാം. അപ്പോൾ ഇവിടെയും എത്ര എലിമെൻറ്റ്സ് ആണ്? ഇത് ഞാൻ ഉദ്ദേശിച്ചത് ഇൻഫിനിറ്റ് സെറ്റുകൾ കാണിച്ചു തന്നത് മാത്രമാണ്. അപ്പോൾ ഇൻഫിനിറ്റ് സെറ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ എണ്ണി തീർക്കാൻ പറ്റാത്ത എലിമെൻറ്റ്സ് ഉള്ള സെറ്റുകളെ നമ്മൾ ഇൻഫിനിറ്റ് സെറ്റ്സ് എന്ന് പറയും. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഈക്വൽ സെറ്റ്സ് ആണ്. ഇപ്പോൾ രണ്ട് സെറ്റുകൾ എയും ബിയിനെയും ഇപ്പോഴാണ് നമ്മൾ ഈക്വൽ സെറ്റ്സ് എന്ന് പറയാൻ വെച്ചാൽ അവരിൽ സെയിം എലിമെൻറ്റ്സ് ആണ് ഉണ്ടെങ്കിൽ. സെറ്റുകളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയോ? അതിലത്തെ ഓർഡർ, നമ്മൾ എഴുതുന്ന ആ അറേഞ്ച്മെൻറ്റിൻ്റെ ഓർഡർ നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട. നമ്മളിപ്പോൾ ഒരു സെറ്റ് എ എന്ന് പറഞ്ഞ സെറ്റിനെ ഞാനിപ്പോൾ എഴുതുകയാണ് 1, 3, 5 ഈ ഓർഡറിൽ എഴുതുക. അല്ലെങ്കിൽ ഇപ്പം സെറ്റ് 5, 1, 3 ഇതെല്ലാം എ എന്ന് പറഞ്ഞ സെറ്റ് തന്നെയാണ്. ഇത് എഴുതുന്ന ഓർഡർ അവിടെ ഇമ്പോർട്ടൻസേ ഇല്ല. അത് നമുക്ക് ഏത് ഓർഡറിൽ വേണം, എലിമെൻറ്റ്സ് അങ്ങനെയായിരിക്കണം, അതിനെ എഴുതുന്ന ഓർഡർ വ്യത്യസ്തമാണെച്ചാലും എന്താണ് ഒരു വ്യത്യാസം ഉണ്ടാവില്ല.
അപ്പോൾ രണ്ട് സെറ്റുകൾ തുല്യമാണ് നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ അതിലുള്ള എലിമെൻറ്റുകൾ തുല്യമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എയും ഇത് ബി എന്നുള്ള സെറ്റാണ്. ഇതിൽ രണ്ടിലത്തെ എലിമെൻറ്റ്സ് തുല്യമല്ലേ? ഒന്നുണ്ടോ? രണ്ടിലും 1 എന്ന് പറഞ്ഞ എലിമെൻ്റ് ഉണ്ട്. 3 എന്ന് പറഞ്ഞ എലിമെൻ്റ് നോക്കൂ, രണ്ടിലും ഉണ്ട്. 5 എന്ന് പറഞ്ഞ എലിമെൻ്റ് രണ്ടിലും ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാം എ ആൻഡ് ബി ആർ ഈക്വൽ സെറ്റ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ വേറൊരു സെറ്റ് എഴുതുകയാണ്, വേറൊരു എ എന്ന് എഴുതുകയാണ്. എ ഇസ് ഈക്വൽ ടു, ഞാൻ ഇതുമാതിരി എ ഇസ് ഈക്വൽ ടു 1 2 3 എന്ന് ഞാൻ എഴുതി. ഞാൻ ബി എന്ന് പറഞ്ഞ മറ്റൊരു സെറ്റ് എഴുതി. ബി ഇസ് ഈക്വൽ ടു 1 √4 18/6 ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഞാൻ മറ്റൊരു സെറ്റ് അല്ലേ. അപ്പോൾ ഈ സെറ്റിലത്തെ എലിമെൻറ്റ്സ് 1 2 3 അല്ലേ. ഇത് പോസിറ്റീവ് റൂട്ട് എന്നും കൂടി എഴുതുക, അല്ലെങ്കിൽ പ്രശ്നമാണ്. പോസിറ്റീവ് റൂട്ട് എന്നും കൂടി എഴുതുക. അപ്പം ബി എന്ന് പറഞ്ഞ സെറ്റിൽ 1 ഉണ്ട്, പോസിറ്റീവ് √4 ശരിക്കും +2ഉം -2 ആവും. അപ്പോൾ ഞാൻ പ്ലസ് മാത്രം എടുത്തതാണ്, ഒന്ന് സേഫ് ആക്കിയതാണ്. അപ്പം 2 എന്ന് പറഞ്ഞ എലിമെൻറ്റ് മാത്രം ഇവിടെ കിട്ടും. 18/6 എത്രയാണ് കിട്ടുക? 3 ആണ്. ഇപ്പോൾ എയും ബിയും എന്ത് സെറ്റുകളാണ്? ഈക്വൽ സെറ്റ്സ് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് സെറ്റുകളെ ഈക്വൽ സെറ്റ്സ് എന്ന് പറയണമെങ്കിൽ അവരുടെ എലിമെൻറ്റ്സ് സെയിം ആയിരിക്കണം, അവരുടെ ഓർഡർ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു സെറ്റാണ്, മറ്റൊരു കാര്യമാണ് സബ്സെറ്റുകൾ. ഒരു സെറ്റിൻ്റെ സബ്സെറ്റ് എന്താണെന്ന് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. സബ്സെറ്റ് ഓഫ് എ സെറ്റ്, അതായത് നമ്മളെ കയ്യിൽ രണ്ട് സെറ്റുകളുണ്ട് വിചാരിക്കുക, എ ആൻഡ് ബി. എ എന്ന് പറഞ്ഞ സെറ്റിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു, സെറ്റ് 2,5. ബി എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്, ബി ഇസ് ഈക്വൽ ടു 2 3 4 5 6 ഇങ്ങനെ രണ്ട് സെറ്റുകൾ ഞാൻ എഴുതുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, എ എന്ന് പറഞ്ഞ സെറ്റിലുള്ള രണ്ട് എലിമെൻറ്റ്സ് 2ഉം 5ഉം ആണ്. അതേ എലിമെൻറ്റ്സ് എവിടെയുണ്ട്? ബിയിലും ഉണ്ട് അല്ലേ. അതായത് എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ ഒരു സബ്സെറ്റാണ്, അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ടാണ് ആക്ച്വലി എ എന്ന് പറഞ്ഞ സെറ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്നത് ബിയുടെ ഒരു സബ്സെറ്റ് ആണ് എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് എ സബ്സെറ്റ് ഓഫ് ബി. അപ്പോൾ എപ്പോഴാണ് എ ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറയുന്നത്? എ ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറയണമെങ്കിൽ എയിലുള്ള എല്ലാ എലിമെൻറ്റ്സും എന്താണ്? ബിയിലുണ്ടായിരിക്കണം. ബിയിൽ പിന്നെ എലിമെൻറ്റ്സ് ആവാം, അതല്ലാത്ത എലിമെൻറ്റ്സ് ആവാം, പക്ഷേ എയിലുള്ള എല്ലാ എലിമെൻറ്റ്സും ബിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാം എ ബിയുടെ ഒരു സബ്സെറ്റ് ആണ് എന്ന് പറയും. അപ്പം ഒരു സബ്സെറ്റുകളുടെ കാര്യം പറയുമ്പം 1-2 കാര്യങ്ങളൂടി നമ്മൾ പറയാം. ഏതൊരു സബ്സെറ്റിൻ്റെയും സബ്സെറ്റ് നൾസെറ്റും ആയിരിക്കും. നൾസെറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് എവ്രി സെറ്റ്. നൾസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എലിമെൻറ്റും ഇല്ലാത്ത സെറ്റാണ്. അത് എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആവും. മറ്റൊരു കാര്യം, എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് അതേ സെറ്റ് തന്നെയാവാം. എ ഇസ് എ സബ്സെറ്റ് ഓഫ് എ. 2,5 ഇസ് എ സബ്സെറ്റ് ഓഫ് 2,5. അതായത് 2,5ലുള്ള എല്ലാ എലിമെൻറ്റ്സും ഇതിലും ഇല്ലേ. അപ്പം ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്യണേ. അപ്പോൾ സബ്സെറ്റുകൾ എന്ന് പറയുമ്പോൾ ഒരു സെറ്റിൻ്റെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം? നൾ സെറ്റ്, ആ സെറ്റ് ഏതൊരു സെറ്റിൻ്റെയും സബ്സെറ്റ് ആയിരിക്കാം, ആ സെറ്റ് തന്നെ ആ സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ സബ്സെറ്റ് കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ്സ് എ സെറ്റ് കണ്ടെയ്നിങ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറയുന്നത്? ബി കണ്ടെയ്ൻസ് ഓൾ ദ എലിമെൻറ്റ്സ് ഓഫ് എ. ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവുക, അല്ലെങ്കിൽ അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുകയാണെങ്കിൽ ബി എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ബി ഇസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ. ബി എന്താണ്? എയുടെ സൂപ്പർ സെറ്റാണ്. അത് സൂപ്പർ സെറ്റാണ്. ബിയിൽ എന്താണ്? എയും എയിൽ കൂടുതലും എന്റെ എലിമെൻറ്റ്സ് ഉണ്ടാവും, അതിലും കൂടുതലും എലിമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ബിയിനെ എയുടെ ഒരു സൂപ്പർ സെറ്റ് എന്ന് നമുക്ക് പറയും. അതാണ് നമ്മൾ അടുത്ത് നോക്കുന്ന ഒരു കാര്യം. അപ്പോൾ സബ്സെറ്റായി, സൂപ്പർ സെറ്റായി. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിവേഴ്സൽ സെറ്റാണ്. എന്താണ് യൂണിവേഴ്സൽ സെറ്റ്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സൂപ്പർ സെറ്റ് ഓഫ് ഓൾ സെറ്റ്സ് അണ്ടർ കൺസിഡറേഷൻ. സൂപ്പർ സെറ്റ് ഓഫ് ഓൾ സെറ്റ്സ് അണ്ടർ കൺസിഡറേഷൻ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറച്ച് സെറ്റുകൾ ഉണ്ടാവുമല്ലോ, അവരുടെ എല്ലാവരുടെയും സൂപ്പർ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ യു എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ സെറ്റുകളായിട്ട് പറയുന്ന ഇപ്പോൾ കുറച്ച് സെറ്റുകളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ യൂണിവേഴ്സൽ സെറ്റ് ഇപ്പോൾ 1 2 അങ്ങനെ 10 വരെയുള്ള എലിമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റാണ് ഞാൻ എഴുതുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റുകൾ 10നെക്കാട്ടും ചെറിയ നമ്പേഴ്സ് നമ്മളെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവരുടെ യൂണിവേഴ്സൽ സെറ്റ് ഇതായിരിക്കും. അപ്പോൾ എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് എഴുതി ഞാൻ. എ ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ഈവൺ നമ്പേഴ്സാണ്. അപ്പോൾ 2 4 6 8 10 അല്ലേ. അപ്പോൾ എ ഇസ് എ സബ്സെറ്റ് ഓഫ് യു അല്ലേ.
എ ഇസ് എ സബ്സെറ്റ് ഓഫ് യു. ഞാൻ ബി എന്ന് പറഞ്ഞ മറ്റൊരു സെറ്റ് എഴുതി, സെറ്റ് 1 2 3. അപ്പോൾ എനിക്ക് എന്ത് പറയാം? ബി ഇസ് എ സബ്സെറ്റ് ഓഫ് യു. അതായത് എയുടെയും ബിയുടെയും എല്ലാം സൂപ്പർ സെറ്റായിട്ട് വരുന്ന ഒരു സെറ്റാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്.